സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ISLൽ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്രയധികം വെറുപ്പിച്ച ഒരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെതായിട്ട് കാണേണ്ടി വരുന്നത്. മാച്ച് കഴിഞ്ഞ് കുറച്ചധികം സമയം ഡീപ് ബ്രത്തൊക്കെ എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അവസാനമൊക്കെ ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നൊരവസ്ഥയിൽ ഇനിയും കൂടുതൽ ഗോളുകൾ വഴങ്ങാൻ വയ്യ, എങ്ങനെയെങ്കിലും ഒരു കളി അവസാനിച്ചാൽ മതി എന്നൊരവസ്ഥയാണ്. ശരിക്കും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് സൂപ്പർ കപ്പ് ഇതിന്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. കാരണം അതുവരെ പഞ്ചാബിനെയും മുംബൈയെയും അതുപോലെ തന്നെ മോഹൻ ബഗാനെയൊക്കെ തോൽപ്പിച്ച് നല്ലൊരു ഫോമിൽ നല്ല ലൈനപ്പ് ഒക്കെ കിട്ടി. ലെസ്കോവിച്ച്, മിലോസ് ബാക്കിൽ വളരെ സോളിഡായിട്ട് അവർ ഡിഫെൻഡ് ചെയ്യുന്നു. ഫ്രണ്ടിലെ ദിമിത്രോസും പെപ്പറയും ആ ഒരു കോമ്പിനേഷൻ ക്ലിക്കാവുന്നു. ടോട്ടലി ലൂണ പോയതിന്റെ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയിട്ട് പ്ലേയേഴ്സിന്റെ എഫേർട്ട്, അവരുടെ മെന്റാലിറ്റി വളരെയധികം ഓരോ സെക്കൻഡിലും ജയിക്കാൻ വേണ്ടി കളിക്കുന്നത്. എവേ ഗെയിം ആണെങ്കിലും ഹോം ഗെയിം ആണെങ്കിലും വ്യത്യാസമില്ലാതെ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ഒരു ടീം ഉണ്ടായിരുന്നൊരു സമയത്താണ് സൂപ്പർ കപ്പ് വരുന്നതും. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ സൂപ്പർ കപ്പ് കുറച്ചുകൂടി ഒരു കാഷ്വൽ അപ്രോച്ച് വന്നിട്ട് ടീമിന്റെ മെന്റാലിറ്റി പോയി. അവിടെ തീർന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവിടെ വെച്ച് അവസാനിച്ചു ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഫീൽ ചെയ്തത്. കാരണം ആ പോയ മെന്റാലിറ്റി ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ISLലേക്ക് വരുമ്പോഴാണെങ്കിലും ഈ സംഭവം തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം മിസ് ചെയ്യുന്നത്. പെപ്പറുടെ അഭാവം വലിയൊരു മിസ്സാണ്. കാരണം നേരത്തെ പറഞ്ഞ ലൈനപ്പിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാൻ, ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ പെപ്പറുടെ മിസ് കാരണമായിട്ടുണ്ട്. ആൻഡ് പെപ്ര, ദിമിത്രോസ്, ലെസ്കോവിച്ച്, മിലോസ് വെച്ച് കളിച്ച സൂപ്പർ കപ്പിലെ ഒരു മാച്ചിലും നമുക്ക് തോൽവിയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് നഷ്ടപ്പെട്ട ആ ഒരു മെന്റാലിറ്റി, സോ അവിടെ പ്ലേയേഴ്സിന്റെ അല്ല ടീമിന്റെ മെന്റാലിറ്റിയിലായിരുന്നു കാര്യം എന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് ബോധ്യപ്പെടുന്നുണ്ട്. ISLലേക്ക് വരുമ്പോൾ ഈ സംഭവമാണ് റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീഷ FC-ക്കെതിരാണെങ്കിലും പഞ്ചാബ് FC-ക്കെതിരാണെങ്കിലും പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പൈസ കൊടുത്ത് കളിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാതെ ഫോഴ്സ്ഫുള്ളി കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ISL അവസാനിച്ചു ഇതെന്തോ പേരിന് വേണ്ടി കളിക്കുന്നത് പോലെയൊക്കെയാണ് പല പ്ലേയേഴ്സിന്റെയും അപ്രോച്ച് വരുന്നത്. സോ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അത് പോയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പകുതി പോയി. ഈ മാച്ചിൽ തന്നെ രണ്ടാമത്തെ ഗോൾ, ഒരു ഗോൾ അടിച്ച് ഒന്ന് ഈ പറഞ്ഞ പോലെ ആ ഗോളിന്റെ ബലത്ത് ജയിക്കാം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇനി പണിയെടുക്കാനൊന്നും വയ്യ എന്ന തരത്തിലിരിക്കുന്നത് പോലെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്ലേയേഴ്സും. കാരണം ഒരു പ്ലെയർ സെന്ററിൽ നിന്ന് ബോക്സ് വരെ പന്ത് ക്യാരി ചെയ്ത് പോകുമ്പോൾ അവിടെ പല പ്ലേയേഴ്സും നോക്കി നിൽക്കുകയാണ് ആ ഒരു പ്ലെയർ പന്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട്. ആ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് പന്ത് കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു സംഭവം അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിൽ നമ്മൾ വീണ്ടും കാണുന്നത്. അങ്ങനെ ആ ഗോള് ആ പന്ത് കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം ഇതൊരു ഗോളിലാണ് അവസാനിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ രീതിയിലാണ് ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പെർഫോമൻസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും ആദ്യം ഗോൾ അടിച്ചു, ആ ഗോളിൽ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചു, 2 ഗോൾ 3 ഗോൾ തിരിച്ചു കിട്ടി, കളി തോറ്റു. ഇതാണ് അവസ്ഥ. വളരെയധികം ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് ഒരു മാച്ച്. പഞ്ചാബ് FC പോലെ ഈ ലീഗ് ടേബിളിൽ നമ്മൾ ടേബിളിന്റെ സ്ഥാനം വെച്ച് പെർഫോമൻസിന് അളക്കുന്നില്ല. എന്നാൽ പോലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു വിജയം നേടിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം പോയൊരു സമനില, അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു റിസൾട്ട് പ്രതീക്ഷിക്കാത്തൊരു പോസ്റ്ററിലാണ് നമുക്ക് ഇത്രയും വലിയൊരു തോൽവി നേരിടുന്നത്. അതിൽ ഏറ്റവും നമ്മൾ കളിച്ച് തോൽക്കുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ വളരെയധികം ടീമിനെ ബാക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ആ മെന്റാലിറ്റി വൈസ് ആയുള്ള കാര്യം തീർത്തും ഇല്ലാത്തതുപോലെയാണ്. നമുക്ക് കുറേ അധികം ന്യായം പറയാം. പ്ലേയേഴ്സിന് മിസ്സിംഗ് ഉണ്ട്, മെയിൻ പ്ലേയേഴ്സ് പെപ്പറ, ലൂണ അവരുടെ മിസ്സിംഗ് ഉണ്ട്. ആൻഡ് ഇവരൊക്കെ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫെഡറേഷനാണെങ്കിലും ടീമിനൊപ്പം ജോയിൻ ചെയ്ത് സെറ്റായി വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഇതൊക്കെ നമ്മൾ ന്യായം നിരത്തുമ്പോഴും നമുക്ക് അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ബാക്ക് ചെയ്യാനുള്ളൊരു സാധനം വേണം. ഈ മാച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡെയ്സുക്കേടതാണ്. കാരണം അദ്ദേഹമാണ് ഈ ഒരു മാച്ചിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. വളരെ ആക്റ്റീവായിട്ട് എനിക്ക് ഡെയ്സുക്കെ ഫീൽ ചെയ്തു. വളരെയധികം ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹം. പന്ത് ചോദിച്ച് വാങ്ങി ഇറങ്ങി വന്ന റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വന്ന പന്ത് ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ചും ഒരുപാട് ബോളുകൾ കളി കഴിഞ്ഞ് അതിന്റെ കണക്കിലെടുക്കുമ്പോൾ ക്രോസുകളുടെ രൂപത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബോൾ പൊസിഷൻ, ടച്ചസ്, പാസുകളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഡെയ്സുക്കെ എന്തായാലും മുന്നിൽ നിൽക്കും. ഞാൻ സ്റ്റാറ്റ് നോക്കിയിട്ടില്ല, എന്നാലും അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഡെയ്സുക്കെ അവിടെ ഉണ്ട്. സോ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് അത് വളരെ എഫക്റ്റീവായിട്ട് ഒരു മാച്ചിൽ വന്നു. നമുക്കൊരു ഗോൾ നേടാൻ പറ്റും എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കുറച്ചെങ്കിലും നമ്മൾ ഉറ്റുനോക്കുന്നത് ഡെയ്സുക്കയുടെ പങ്കാണ്. അദ്ദേഹം എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്ന ബോളുകൾ മാത്രമാണ് ഒരു സെന്ററിലൂടെയുള്ള മൂവ്മെന്റിന് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാം നോക്കുകയാണെങ്കിൽ വിങ്ങിലേക്ക് പോകുന്നു. ഈ നവോജ സിംഗിലേക്കും പ്രീതം കോട്ടാലേക്കും ഒന്നും ഒരുവിധപ്പെട്ട ബോളുകളൊന്നും അദ്ദേഹത്തിന് അകത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിന്റെ അവസാനവും സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ ക്രോസുകളൊന്ന് ശരിയായിട്ട് ബോക്സിനകത്തേക്ക് ഒരു സ്ട്രൈക്കറിലേക്ക് എത്തുന്നത് പോലെ ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ 14 ക്രോസുകൾ ബ്ലാസ്റ്റേഴ്സ് കളിച്ചതിൽ ഒരെണ്ണം പോലും ദൈവം സഹായിച്ച് കണക്ട് ആയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ചാൻസസ് കിട്ടാത്തതിന്റെ പ്രശ്നമൊന്നുമല്ല. ഒരുപാട് ചാൻസസ് കിട്ടി, പന്ത് ഒരുപാട് പോസിഷൻ കിട്ടി. ഈ പറഞ്ഞ പോലെ ഓപ്പണന്റ് ഹാഫിലും അറ്റാക്കിംഗ് തേർഡിലൊക്കെ ആയിട്ട് പന്ത് ബ്ലാസ്റ്റേഴ്സിന്റെ കൈവശമുണ്ട്. പക്ഷെ അവിടെ നിന്ന് എങ്ങനെ ഒരു സക്സസ്ഫുൾ പാസ് കളിക്കാം, അല്ലെങ്കിൽ അവിടെ വെച്ച് എങ്ങനെ ഒരു ത്രൂ കളിക്കാം, അവിടെ വെച്ച് എങ്ങനെ സ്ട്രൈക്കറിനെ കണ്ടെത്താം, അതാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പഠിക്കാതെ വന്നത്. ഈ പറഞ്ഞ പോലെ ലൂണ ഉണ്ടായിരുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡെയ്സുക്കെ ആണെങ്കിലും ഡെയ്സുക്കെ കളിച്ച ബോളുകൾ മെജോറിറ്റിയും ഹൈ ബോളുകളാണ്, ക്രോസ് കളിക്കുന്ന ടൈപ്പ് ബോളുകളാണ് അദ്ദേഹം കളിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ ഗ്രൗണ്ട് ബോളുകൾ അല്ലെങ്കിൽ ത്രൂ ബോളിന്റെ മിസ്സിങ്ങും ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ കളിച്ച ത്രൂ ബോളൊന്നും എഫക്റ്റീവ് ആയതുമില്ല.
പക്ഷേ കൂടുതലും ഇത്തരം ബോളുകളിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ആ ഒരു അറ്റാക്കിംഗ് ഇതിൽ പന്ത് കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കളിക്കുന്നതല്ലാതെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പെനിട്രേറ്റിംഗ് പാസ് കൊടുക്കാൻ പല ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും അറിയാത്തതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രൈക്കേഴ്സ് രണ്ടുപേരും മല പോലെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരിലേക്ക് പന്ത് എത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ പന്ത് ഗ്രൗണ്ട് ബോൾ കാര്യമായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പല മിഡ്ഫീൽഡേഴ്സിനും ഫുൾ ബാക്സിനും സാധിച്ചു. സോ ഈ ഒരു മാച്ചിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വിജയിക്കാൻ പറ്റുമായിരുന്ന, ഗോൾ അടിക്കാൻ പറ്റുമായിരുന്ന, കൺട്രോൾ കിട്ടാൻ പറ്റുമായിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയധികം ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. ആ ചാൻസസ് കൺവേർട്ട് ആക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പുറത്ത് വന്ന നമ്മൾ ഡിഫൻസീവ് മിസ്റ്റേക്സ് കൊണ്ട് അതെല്ലാം കൺവേർട്ട് ആവുകയും ചെയ്തു. പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ദേസുകയുടെ പെർഫോമൻസും പിന്നെ ഫെഡർ സർവീസ് കുറച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തും അദ്ദേഹം ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മാച്ചിൽ മെൻഷൻ ചെയ്താണ് അത്തരത്തിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുള്ളത്. അദ്ദേഹം ഇറങ്ങി വന്നും പാസുകൾ കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദിമിത്രോസായിട്ടുള്ള കോമ്പിനേഷൻ ഒന്നും ഒട്ടും ക്ലിക്ക് ആയതുപോലെ ഫീൽ ചെയ്തില്ല. ഒരുപാട് മിസ് പാസസ്, അത് സിർനിസിന്റെ ഭാഗത്ത് മാത്രമല്ല ഒരുപാട് പ്ലേയേഴ്സിൽ നിന്നും ഒരുപാട് മിസ് പാസസ്. എങ്ങനെയാണ് ഇത്രയധികം മിസ് പാസ് കളിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. അസറിന്റെ കാര്യത്തിലേക്ക് അസർ സാധാരണ രീതിയിൽ എന്തൊക്കെ മോശമായാലും പാസിംഗ് ആക്യുറസിയിൽ ബെസ്റ്റ് ആവുന്ന അസറിന് ഈ ഒരു മാച്ചിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നല്ല പാസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള പാസുകൾ കാണുന്നത്. ജീക്സൺ ആണെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്നു പാസ് കളിക്കുന്ന കാര്യത്തിലൊക്കെ. പിന്നെ അദ്ദേഹം കുറച്ചൊന്ന് കയറി വന്നു, ഒരു നല്ല ഹൈ ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജീക്സന്റെ കാര്യത്തിൽ ഒരു ഓക്കെ ഫീലിംഗ് അല്ലാതെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയതുപോലെ ഫീൽ ചെയ്തില്ല. രാഹുൽ കെ.പി ആണെങ്കിൽ അതിലപ്പുറം അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ആ റൈറ്റ് സൈഡിൽ കിട്ടുന്ന ചാൻസസ് ഒക്കെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ രാഹുലിനും സാധിക്കുന്നില്ല. നവോച്ച സിംഗും പിന്നെ ഡീസൻ്റ് ആയിട്ട് കളിച്ചൊരു പെർഫോമൻസ് പോലെ ഫീൽ ചെയ്തു. നവോച്ച സിംഗ് ആ ഒരു ഓവർലാപ്പിംഗ് ആണെങ്കിലും ഒരു അകത്തേക്ക് കൊടുക്കുന്ന ബോളുകളിൽ കുറച്ചൊക്കെ ഒരു കൃത്യതയും ആ ഹോൾഡിങ്ങും അവിടെയൊക്കെ കുറച്ച് നവോച്ച സിംഗും. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺട്രോൾ കിട്ടാൻ സാധിക്കുമായിരുന്ന, ഗോളുകൾ അടിക്കാൻ പറ്റുമായിരുന്ന, വിജയിക്കാൻ പറ്റുമായിരുന്ന ഒരു മാച്ച് വലിയൊരു ഗോൾ മാർജിനിൽ തോൽവി ഏറ്റുവാങ്ങിയത് ഒരു സംശയമില്ലാതെ പറയാം. ടീമിന്റെ ക്യാഷ്വലായിട്ടുള്ള അപ്രോച്ചും ടീമിന്റെ ആ ഒരു മെന്റാലിറ്റിയിലുള്ള പ്രശ്നങ്ങളും തന്നെയാണ്. ടാക്ടിക്സ് വൈസും ഈ പറഞ്ഞ പോലെ ഒരുപാടൊന്നും ചെയ്യാൻ ഇവാൻ ഊക്കമാനുസിനും സാധിച്ചിട്ടില്ല. ഒരു ദുർബലമായ ടീം, പ്രത്യേകിച്ചും പഞ്ചാബ് അല്ലെങ്കിൽ ഹൈദരാബാദ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര അധികം അറ്റാക്കിങ്ങിൽ വരാത്ത ടീമുകൾക്കെതിരെ ഗോൾ അടിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം അവർ കുറച്ചധികം സിറ്റ് ബാക്ക് ചെയ്യും, അതിൽ ഗ്യാപ്സ് കണ്ടെത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ബ്ലാസ്റ്റേഴ്സ് പന്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ബ്ലാസ്റ്റേഴ്സ് ഓഫ് ദ ബോൾ കളിക്കുന്ന സിറ്റുവേഷൻ, മോഹൻ ബഗാനെതിരാണെങ്കിലും ഓഫ് ദ ബോൾ കളിച്ചിട്ട് പന്ത് റിക്കവർ ചെയ്ത് ഗോൾ അടിക്കുന്ന സിറ്റുവേഷനിൽ ഒരുപാട് ഗ്യാപ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ കുറച്ചുകൂടി സ്ട്രൈക്കേഴ്സിലേക്ക് പന്തെത്തിക്കാനൊക്കെ ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമാവാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ടീമുകൾ, ദുർബലമായ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ നമ്മൾ തന്നെ ഓപ്പണിങ്സ് കണ്ടെത്തണം. കാരണം അവർ അത്രയും കൺജസ്റ്റഡ് ആയിട്ട് സിറ്റ് ബാക്ക് ചെയ്ത് ഇറങ്ങി നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ടൈപ്പ് ടീമുകളാണ്. ഈ മോഹൻ ബഗാനെയും മുംബൈ സിറ്റി എഫ് സിയും ബീറ്റ് ചെയ്യുന്ന അത്രയും എളുപ്പമല്ല ഒരു ദുർബലമായ ടീം ഡിഫെൻഡ് ചെയ്യുന്ന ടീമിനെ ബീറ്റ് ചെയ്യാൻ. കിട്ടുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യണം, അതേസമയം ഗ്യാപ്സ് പിക്ക് ചെയ്യാനും സാധിക്കേണ്ടതുണ്ട്. ഇവിടെ സാധിക്കാതെ പോയതും ഒരുപാട് പന്ത് കിട്ടുമ്പോഴും ഒരുപാട് ഓപ്പൺ ഹാഫിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് കളിക്കുമ്പോഴും ഒരു കൃത്യമായ സ്ട്രൈക്കറിനെ കണ്ടെത്തുന്ന ഒരു ത്രൂ ബോൾ അല്ലെങ്കിൽ കൃത്യമായ സ്ട്രൈക്കറിനെ കണ്ടെത്തുന്ന ബോക്സിനകത്തേക്ക് കയറുന്ന ടൈപ്പ് ഒരു ബോളാണ് ഈ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന് മിസ്സായത്. അത് കളിക്കാൻ പഞ്ചാബ് അനുവദിച്ചിട്ടില്ല. അത്രയും ടൈറ്റ് ആയിട്ട് അവർ ഡിഫൻസ് കളിച്ചിട്ടുണ്ട്. എത്രയാണ് ഒരു കളിയിൽ ഇന്ത്യ സമനില പിടിച്ചത് അറ്റാക്ക് ചെയ്തിട്ടല്ല, ഡിഫെൻഡ് ചെയ്തിട്ടാണ്. പഞ്ചാബ് ഒരു ചെറിയ ടീമാണെന്നല്ല, റീസെന്റ് അവരുടെ പെർഫോമൻസസ് ബെറ്റർ ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് വൈസ് നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടിയപ്പോൾ ഈ ഗ്യാപ്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ അവിടെ ഒരു ഓപ്പണിങ്സ് ഉണ്ടാക്കാൻ പറ്റാതെ പോയതാണ് ഒരു മാച്ചിൽ കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഗോൾ അഡ്വാൻറ്റേജ് കിട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാത്തതിനുള്ള കാരണം. പ്ലസ് ഈ പറഞ്ഞ പോലെ ഒരു മോശം മെന്റാലിറ്റി കൂടി വന്നതോടുകൂടി കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സോ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി തിരിച്ചു വരിക എന്ന് പറയുന്ന ഒരു സംഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നത്. സൂപ്പർ കപ്പ് തുടങ്ങി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു വരണമെന്നുള്ളത്. തിരിച്ചു വരുമായിരിക്കും. ഇതിലും വലിയ രീതിയിൽ ടീം മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോഴും മാച്ച് കാണാതൊന്നും ഇരുന്നിട്ടില്ല. തീർച്ചയായിട്ടും എല്ലാ മാച്ചസും കാണും. ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കാണുന്നത്. ഇവാൻ ഊക്കമാനുസിനും കേരള ബ്ലാസ്റ്റേഴ്സിനും എത്രയും പെട്ടെന്ന് കളിയിലേക്ക് തിരിച്ചു വരാനും ആ ഒരു പോയിന്റ് ടേബിളിൽ മുന്നോട്ടേക്ക് വരാനും ഈ പറഞ്ഞ പോലെ നല്ല പെർഫോമൻസസ് കൊണ്ടുവരാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കളി ഇത്രയും ബ്രേക്ക് എടുത്ത് റെക്കോർഡ് ചെയ്തിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാതെ വായിന്ന് വന്നിട്ടുണ്ട്. സോ ഒരുപാട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും നിങ്ങളുടെ ഈ ഒരു മാച്ചിന് ശേഷമുള്ള ഒപ്പീനിയൻസും ഫീലിംഗ്സും കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക ഒരു മിതമായ രീതിയിൽ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.